ഹായ് ഫ്രണ്ട്സ്, 4-5 വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാസ്റ്റഡ് അയണിൻ്റെ പാത്രങ്ങളാണ് ഇതെല്ലാം. ഈ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പാത്രം മാത്രമാണ് പുതിയത്. ബാക്കിയെല്ലാം ഞാൻ വർഷങ്ങളായിട്ട് 4-5 വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം വളരെ കംഫർട്ടബിളായിട്ടും വളരെയധികം ഉപയോഗപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ലൈഫ് ലോങ്ങിൽ പിന്നെ വേറൊരു പാത്രം വാങ്ങിക്കേണ്ടി വരില്ല. അപ്പം ഈ പാത്രങ്ങൾ പല സൈസിലും നമുക്കിന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്തും ഉപയോഗിക്കാനായിട്ട് വളരെയധികം കംഫർട്ടബിളും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള പാത്രങ്ങളാണിത്. ഇതിൻ്റെ ഉപയോഗം നമ്മൾ എപ്പോഴും ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കിത് തുരുമ്പൊക്കെ പിടിക്കണ പോലെ തോന്നും. പക്ഷേ നന്നായിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തുരുമ്പൊക്കെ നമ്മൾ കളഞ്ഞിട്ട് നന്നായിട്ട് ഓയിൽ പുരട്ടിയാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓയിൽ പുരട്ടിയിട്ട് നന്നായിട്ട് ചൂടാക്കുക. അതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം അതിലിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇത് നന്നായിട്ട് സ്ക്രബിട്ട് ഉരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, തുരുമ്പൊക്കെ പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ തുരുമ്പൊക്കെ നമ്മൾ ചൂടാക്കുമ്പോൾ കുറച്ചും കൂടി ബാക്കിയുണ്ടെങ്കിൽ അതും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതും ചൂടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു കോട്ടിങ്, ഓയിലിൻ്റെ ഒരു കോട്ടിങ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കോട്ടിങ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സീസണിങ് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ചൂടോടുകൂടി പകർത്തി വെക്കണം. പിന്നെ ഓരോ പ്രാവശ്യം ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോഴും ഓയിൽ പുരട്ടി ഇങ്ങനെ ചൂടാക്കിയിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കാസ്റ്റഡ് അയണിൻ്റെ പാത്രങ്ങൾ സൂക്ഷിക്കാൻ നമുക്ക്. പിന്നെ ഏത് തവി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓരോ പ്രാവശ്യം യൂസ് ചെയ്ത് എടുത്ത് വെക്കുമ്പോഴും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അതുപോലെ ഓയിൽ കോട്ടിങ് എപ്പോഴും വേണം. പിന്നെ ലൈഫ് ലോങ് യൂസ് ചെയ്യാം. എത്ര റഫ് യൂസ് ചെയ്താലും ഓയിലിൻ്റെ കോട്ടിങ് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യും തോറും ഈ ഓയിൽ കോട്ടിങ് നന്നായിട്ട് ബ്ലാക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഏത് കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഒട്ടും അടിയിലൊന്നും പിടിക്കാതെ വളരെ കാര്യമായിട്ട് തന്നെ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്യുന്നതിനേക്കാളും കംഫർട്ടബിളായിട്ട് നമുക്ക് ഏത് തവി വെച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കാസ്റ്റഡ് അയൺ യൂസ് ചെയ്യുമ്പോൾ ഭക്ഷണത്തിലൂടെ നമുക്ക് അയൺ കണ്ടന്റ് നമ്മുടെ ശരീരത്തിന് ലഭിക്കും. അപ്പോൾ ഇനി എല്ലാവരും കാസ്റ്റഡ് അയൺ പാത്രങ്ങൾ വാങ്ങിക്കുക, യൂസ് ചെയ്യുക. Thank you for watching. Keep on watching Grace's Small World.